ഇട്ട് റെഡിയാവാണ്. ഈ മീനും ഇട്ട് മറന്നുപോയി. ഇനി മീൻ കാണിക്കും. മീൻ വന്നതിൻ്റെ സൗണ്ടും പിന്നെ അലാട്ടൊക്കെ ഫോണിൽ മെസ്സേജ് വന്നു അല്ലേ. ഞങ്ങൾ ഇറങ്ങി ഓടി. ഇപ്പൊ രണ്ടുപേരും വന്നിട്ടില്ല. ബേസ്മെന്റിലാണ്. ആ ബേസ്മെന്റിലാണ്. പച്ചമണം മാറിയിട്ടില്ല, മാറി മാറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുട്ട് ഓവനിൽ കൊണ്ടുവെക്കാം. സാധനങ്ങൾ കുറവാണ്, അപ്പോൾ ഉള്ള സാധനങ്ങൾ അവരും കാണട്ടെ. പറ തുടക്കം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് മീൻ കറി ഉണ്ടാക്കാം. പിന്നെ മീന അതറിയത്തില്ല, ചൂര. ഓക്കെ. അപ്പം ഞങ്ങളിത് തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ അപ്പോൾ ഉള്ള സാധനങ്ങൾ ചട്ടിയൊന്നുമില്ല, അപ്പോൾ അത് അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ ഫൈനലി നമുക്ക് ചട്ടി. അപ്പം നമ്മൾ കടുകാണ് ഇടാൻ പോകുന്നത്. കടുക് ഉലുവ ആഡ് ചെയ്യുന്നത്. അയ്യോ, ഞാൻ ഉലുവയാണ് ആദ്യം ഇടേണ്ടത്, പക്ഷെ ഞങ്ങൾ മറന്നുപോയി. രണ്ടും ആദ്യം കടുകിട്ട് പിന്നെ ഉലുവ ഇട്ടു. അപ്പം ഞാൻ ഇഞ്ചി ഇടും, ഞാൻ വെളുത്തുള്ളി ഇടാം, പിന്നെ ഇത് ഞങ്ങൾ ഒരുമിച്ച്. അതിപ്പോൾ ഇത് ഇതായിട്ട് ഇടാം. ഇതാണ് വെളുത്തുള്ളി ഇടുന്നില്ലേ? നമ്മുടെ വീട്ടിലൊന്നും ചെയ്തില്ലായിരുന്നു. ആരുടെ വീട്ടിലന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ല ആര്യ മത്തിക്കറി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോഴും ഇവിടെ രാജേശ്വരി വന്നാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ സമയമില്ലായിരുന്നു. നമ്മളിങ്ങനെ മേടിച്ചില്ലായിരുന്നു. പച്ചമുളക് ഇടട്ടെ. ഓണിയനും ചില്ലിയും കൂടിയാണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടിയെല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പം തന്നെ ഇടേണ്ടി വരും. ഇത് നെസ്കഫേയുടെ ഞങ്ങൾ ബോട്ടിൽ. ഇത് പാൽപ്പൊടിയുടെ കുപ്പിയാണ്. ഇത് പൊടി ഐറ്റംസ് ഇടാറായിട്ടുള്ളൂ. സ്പൂൺ എടുത്തോണ്ട് കേട്ടോ. അത് നമ്മൾ മുളക് പൊടി ഇടാൻ പോകണം. ഇത് കാശ്മീരിയാണ്, കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഒത്തിരി ആയെന്നാണ് തോന്നുന്നത്. ഇനി ഞങ്ങൾക്ക് ഇതിന്റെ അളവെന്ന് പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇടും. മതി മതി. അയ്യോ, ഇത് മുളകും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര എരിവായിരിക്കും നാളത്തെ പോലെ. നല്ല എരിവ് വേണടി. അതാകുമ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് വളർത്താൻ. കുറച്ചും കൂടി ഇട്ടോ. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടു. അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര അപ്പം എണ്ണ ഇച്ചിരി ഒഴിക്കണം. അപ്പം ഞങ്ങൾ മീൻകറി ഇടാൻ റെഡിയാവാണ്. ഈ മീനും ഇട്ട് മറന്നുപോയി. ഇല്ല, ഉപ്പ് നോക്കിയിട്ട് മീനിടാം. അല്ല നോക്കുപ്പ് ഇടാൻ പോകണം. കൂടെ ഇനി എടുക്കട്ടെ.
മീൻ എടുക്കണേ. അപ്പൊ ഇത്ര ഉപ്പ് ഇവിടെ നീട്ടത് പിന്നെ വെള്ളം പിന്നെ ഒഴിച്ചില്ലേ? മീൻ കാണിക്കും. മീൻ പുളി വേണമെങ്കിൽ ആ പുളി ഒരെണ്ണം ഇടാം. വേണമെങ്കിൽ 6 ഒന്നും വേണ്ട, 2. പക്ഷെ വാന കൂടുതലല്ലേ. കപ്പ ഉണ്ടാക്കാൻ അടിപൊളിയല്ലേ. എനിക്കിഷ്ടമില്ല സവാള ഒത്തില്ലല്ലേ. ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയോ നിങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം. മീൻ വേവാനിട്ട് മീൻ വെന്ത് കഴിയുമ്പോൾ ഓക്കെ. ഇപ്പൊ കറിവേപ്പില ഇല്ല, അങ്ങനെ കുറച്ച് സാധനങ്ങളില്ല. നമ്മൾ അടച്ചു വെക്കാം, കാരണം ഇത് വേവണം. പിന്നെ നമുക്ക് പുട്ട് ഓവനിൽ കൊണ്ടുവെക്കാം. ഇതാണ് നമ്മുടെ പുട്ട്